ഒരു ദിവസം വെറുതെ ചുമ്മാ ഇരുന്നപ്പോഴത്തേന് പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് മൈ മരിച്ചുപോയ അപ്പൂപ്പൻ. ഞാൻ 12th പഠിക്കുമ്പോഴായിരുന്നു മരിച്ചതെങ്കിലും ഹി സൗണ്ട് ബി ലൈക്ക് ഇപ്പോഴും നമ്മുടെ whenever I'm in a sad or very bad situation, I can feel his presence. അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും അല്ലേ. നമ്മുടെ ലൈഫിൽ കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ബട്ട് വെരി പ്രഷ്യസ് ആണ്. അമ്മേൻ്റെ ഗ്രാൻഡ് പേരൻസ് ആവാം, അച്ഛൻ്റെ ഗ്രാൻഡ് പേരൻസ് ആവാം, അവർ ആ ഉള്ള ടൈം എന്ന് പറയുന്നത് ബെസ്റ്റ് ചാപ്റ്റർ ഇൻ അവർ ലൈഫായിരിക്കും. അവരുടെ വാല്യൂ മനസ്സിലാക്കുന്നത് അവരുടെ മരണത്തിന് ശേഷം തന്നെയായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ മെമ്മറീസ് ഉള്ളത് എൻ്റെ അച്ഛൻ്റെ അടുത്തു നിന്നാണ്. ബിക്കോസ് സ്കൂൾ ബസ് വരുന്നുണ്ട്, ജംഗ്ഷനിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, ചുക്കി ചുളുങ്ങിയ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ട് ചായ കുടിക്കാൻ പോകുന്നു, പണ്ടത്തെ കഥകളൊക്കെ കേൾക്കുന്നു, അമ്മ അച്ഛനും വേറെ ആരും കാണാതെ പൈസ എടുത്ത് ചുരുട്ടി കൈ വെച്ച് തരിക. ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിഷ്കളങ്കമായ സ്നേഹമായിരുന്നു നമുക്ക് പറയുന്നത്. വിഷമം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അല്ലെങ്കിൽ ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അവരെ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ ദേ ലിറ്ററലി ടേക്ക് എ പീസ് ഓഫ് us വിത്ത് them. വിസിബിൾ അല്ലെങ്കിലും അവർ നമുക്ക് സ്ട്രെങ്ത് തരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ദാറ്റ് ഈസ് ട്രൂലി ബ്ലെസ്സിങ്.